സത്യത്തിൽ ആരാണ് സമ്പന്നൻ? ഒരുപാട് ബാങ്ക് ബാലൻസും വലിയ വീടും വില കൂടിയ കാറും ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്നവനാണോ യഥാർത്ഥത്തിൽ സമ്പന്നൻ? ശ്രീകുമാരൻ തമ്പി സാറ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ എഴുതിയൊരു പാട്ടിന്റെ വരിയാണ്. അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്കത് താൻ കാരാഗ്രഹം. എല്ലാ മണിമാളികൾക്കുള്ളിലും അവർക്ക് സമാധാനമുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പഴയ പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വന്നു. അത്യാവശ്യം വീടും ചുറ്റുപാടും അത്യാവശ്യം ജോലിയും സമ്പത്തൊക്കെ ഉള്ള ഒരാള്. പക്ഷെ അദ്ദേഹത്തിന് വീട്ടിൽ സമാധാനമില്ല. ഭാര്യയും ഉമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. അദ്ദേഹം പറയുന്ന പല രാത്രികളും വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇവരുടെ പ്രശ്നം രൂക്ഷമാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് രാവിലെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഇരുന്നിട്ട്, കാരണം ഹോസ്പിറ്റലാണെങ്കിൽ 24 മണിക്കൂറുള്ളത്, പല ആളുകളും വരുമ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റോട്ടിൽ ചെന്ന് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ കാണുന്നൊരു ചോദിക്കും എന്തുകൂടി ഇരിക്കുന്നത്. ഹോസ്പിറ്റലാകുമ്പോൾ അപരിചിതമായും പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നേരം വെളുക്കുന്നവർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എത്ര ദിവസങ്ങൾ ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് നേരം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ചുറ്റുപാടും കാണുന്ന ആളുകൾക്ക് നോക്കുമ്പോൾ വീടുണ്ട്, 2 വീടുണ്ട്, അത്യാവശ്യം സമ്പത്തുണ്ട്, ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അദ്ദേഹം പങ്കുവെച്ചപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഈ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പണം ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരാളും സമ്പന്നനാവുന്നില്ല. അന്നന്ന് ജോലി ചെയ്ത് കൂലിപ്പണിക്ക് പോയി വീട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഉണ്ടുറങ്ങുന്ന, സമാധാനത്തോടുകൂടി നിൽക്കുന്ന അവൻ തന്നെയാണ് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം യഥാർത്ഥ സമ്പന്നൻ. അപ്പോൾ നമ്മളുടെ ചുറ്റുപാടുകൾ മോശമാകുമ്പോൾ നമ്മൾ മറ്റൊരാളിന്റെ കണ്ണിലൂടെ കണ്ട് അവൻ എങ്ങനെ ആയില്ലോ, എന്നാൽ ഈ പറയുന്ന ഇതൊന്നുമില്ലാത്തവൻ അവൻ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ആളാണ് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ. ഇങ്ങനെ എത്ര ആളുകൾ ഈ എത്ര ആളുകൾ ഇതിനക്ക് രാത്രി ഈ പറഞ്ഞ വീട്ടിൽ പോകാൻ പറ്റാതെ നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് നടൻ ദിലീപ് ശങ്കർ എന്ന് പറഞ്ഞൊരു നടൻ, പ്രശസ്തിയുണ്ട്, സിനിമയിൽ അഭിനയിച്ചു, ഇഷ്ടംപോലെ സീരിയൽ അഭിനയിച്ചു, പേരും പ്രശസ്തിയുണ്ട്. ദിലീപ് ശങ്കറിനെ കാണുമ്പോൾ ആളുകൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഓടി വരുന്നു, സെൽഫി എടുക്കേണ്ടി വരുന്നു. എന്നിട്ട് അവസാനം ദിലീപ് ശങ്കർ ഒരു ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വന്നിട്ടാണ് ആളുകൾ അറിയുന്നതിനകത്ത് ദിലീപ് ശങ്കർ മരിച്ചു എന്നുള്ള കാര്യം. ഈ അടുത്ത് വലിയ താമസം വലിയ കാലപ്പഴക്കമൊന്നുമില്ല ആ ഒരു വാർത്ത ഉണ്ടായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും സൗഭാഗ്യങ്ങളും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമ്മളൊരു സമൂഹത്തിൽ ഒരു ചുറ്റുപാട് ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ ആളുകൾ ഉണ്ടാവുന്നതിനേക്കാൾ വലിയൊരു നേട്ടമാണ്. അങ്ങനെയൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം മരിച്ചു. എത്ര പണക്കാരും എത്ര സമ്പന്നരും ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരാളിന്റെ സമ്പത്തിനെ കണ്ട് അവരാണ് യഥാർത്ഥ ജീവിതം എന്ന് വിചാരിച്ച് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞാനും ഒരു ദിവസം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബത്തോടൊപ്പം ഉണ്ടുറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ അവൻ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടു കൂടി, മറ്റൊരു ബുദ്ധിമുട്ടും ടെൻഷനും കലഹങ്ങളും അടിപിടികളും ഒന്നുമില്ലാതെ സമാധാനത്തോട് ഒരാൾക്ക് ഉണ്ടുറങ്ങാൻ ഒരു ദിവസം പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളെ മുകളിലേക്കുള്ള നോക്കണ്ട, നിങ്ങൾക്കത് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ സമ്പന്നൻ, യഥാർത്ഥ ഭാഗ്യവാൻ.